ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസു റാബി ബോർഡിംഗ് മദ്രസയിലെയും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും കീഴിലുള്ള 7ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 4ാമത്തെ പാഠം ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെപ്പോലെ ആരുമില്ല. ആരാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചിട്ടാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദെ, ക്ലാസ് പൊട്ടി. അബ്ദുള്ള പരിഭവിച്ചു. എങ്ങനെയാണ് പൊട്ടിയത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അബ്ദുള്ള കരച്ചിലിൻ്റെ വക്കോളമെത്തി. മോനെ, കരയണ്ട. എന്തായാലും ക്ലാസ് വെറുതെ പൊട്ടില്ല. നിങ്ങളാരും പൊട്ടിച്ചതുമല്ല. പിന്നെ എങ്ങനെ? കുട്ടികൾക്ക് ആകാംക്ഷയായി. ചായയുടെ ചൂട് താങ്ങാൻ ക്ലാസ്സിന് സാധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണത് പൊട്ടിയത്. ഏതു വസ്തുവിനും മാറ്റം സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ഘടകമല്ലാത്ത മറ്റൊരു ബാഹ്യശക്തി അതിൽ ഇടപെടണം. ഉസ്താദ്, അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായതെങ്ങനെയാണ്? മഹാവിസ്ഫോടനത്തിലൂടെ. ഹിബ പറഞ്ഞു. ശരി, അങ്ങനെ സങ്കൽപ്പിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിൽ ഒരു ബാഹ്യശക്തി ഇടപെട്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. ആ ബാഹ്യശക്തി ഏതാണ്? അല്ലാഹു തആല. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. ആരാണ് അത്? വിശദീകരിക്കുക. പ്രപഞ്ചത്തിൻ്റെ ഘടകമല്ലാത്ത ഒരു ബാഹ്യശക്തി. ഹാദി പറഞ്ഞു. ഐവ അഹ്സൻത. നീളം, വീതി, ആയം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഇടപെട്ട ബാഹ്യശക്തി ഏതാണ്? ഇവ കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരു ശക്തി. പ്രപഞ്ചത്തിൽ ഇടപെട്ട ശക്തി ഏതാണ്? ഈ നീളം കൊണ്ടോ വീതി കൊണ്ടോ ആഴം കൊണ്ടോ സമയം കൊണ്ടോ ഒന്നും നമുക്ക് അളക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ്. ആ ശക്തി ആരാണ്? അവനാണ് അല്ലാഹു തആല. അവൻ സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ്. അല്ലാഹു തആലക്ക് ശരീരമുണ്ടോ? ഇല്ല. അവയവങ്ങളുണ്ടോ? ഇല്ല. സ്ഥലമുണ്ടോ? ഇല്ല. അവൻ സ്ഥലകാലങ്ങൾക്കതീതമാണ്. അല്ലാഹു തആല പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. പിന്നെ ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നമുക്ക് അതിൻ്റെ തദ്രിബാത്തിൽ അതിൻ്റെ നശ്റഉൽ മാന പറയുന്നുണ്ട്. അവിടെ നമുക്കത് മനസ്സിലാക്കാം. നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. നമുക്ക് നശ്റഉൽ മാന അർത്ഥം എഴുതാമെന്ന് നോക്കാം. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. വഹുവസ് സമീഉൽ ബസീർ, അവൻ കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, അല്ലാഹു ഒരുവനാണ്. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനാണ്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിക്കുന്നില്ല, ജനിപ്പിച്ചിട്ടുമില്ല. അവൻ ജനിച്ചിട്ടില്ല, അവനെ ജനിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ മനസ്സിലാക്കാം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, എന്താണ്? അവന് തുല്യമായി ഒന്നുമില്ല. മനസ്സിലാക്കി എഴുതാം. അടുത്ത നുബയ്യിന്, കാരണം എഴുതാനാണ്. പഴം പഴുക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പം നമുക്ക് പാഠഭാഗം അപ്ഡേഷൻ വന്ന് ചുരുക്കിയതാണ്. മദ്രസ പാഠബുക്കിൽ നിന്ന് അല്പം ചുരുക്കിയിട്ടാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചുരുക്കിയ ഭാഗത്ത് നമുക്ക് ഈ ഭാഗം പഴം പഴുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇല്ല. അപ്പോൾ അവിടെ എത്തിലീൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് പഴം പഴുക്കുന്നത് എന്നതിലുണ്ട്.
പഴം പഴുക്കുന്നതിൽ ഇടപെടുന്ന ഒരു ബാഹ്യശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. എത്തിലീൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് പഴം പഴുക്കുന്നത്. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ചൂടുവെള്ളം ഒഴിച്ച ഗ്ലാസ് പൊട്ടുന്നത് എങ്ങനെ? ചൂടുവെള്ളം ഒഴിച്ച ഗ്ലാസ് പൊട്ടുന്നത് എങ്ങനെയാണ്? ചൂടുള്ള വെള്ളത്തിൻ്റെ ചൂട് താങ്ങാൻ ഗ്ലാസ്സിന് സാധിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അത് പൊട്ടുന്നത്. അവിടെ ചൂട് എന്നൊരു ബാഹ്യശക്തി അവിടെ ഇടപെട്ടു, അതാണ് ഗ്ലാസ് പൊട്ടാൻ കാരണം. നമുക്കതും മനസ്സിലാക്കാം. അടുത്തെന്താണ്? മഹാവിസ്ഫോടനം. അതുപോലെ എന്താണ് മഹാവിസ്ഫോടനം? പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തമാണ് മഹാവിസ്ഫോടനം. മനസ്സിലാക്കുക. അടുത്ത പ്രപഞ്ചം എന്താണ്? നമ്മൾ പാഠത്ത് പറഞ്ഞിരുന്നോ? എന്താണ്? നീളം, വീതി, ആയം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. എന്താണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. മനസ്സിലാക്കുക. അടുത്ത തഹ്സീസ്. ഈ പാഠത്തിൽ നിന്ന് 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തയ്യാറാക്കണം. നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ എഴുതാം? ഈ പ്രപഞ്ചത്തിലെ ഒരു ബാഹ്യശക്തിയുണ്ട്, അതേതാണ്? ഒന്നാമത്തെ ചോദ്യം അതേതാ? ഈ പ്രപഞ്ചത്തിൽ ഒരു ബാഹ്യശക്തിയുണ്ട്, അതേതാണ്? അല്ലാഹു തആലയാണ് എന്ന് നമുക്കവിടെ ഒന്നാമത്തെ ഒരു ചോദ്യവും ഉത്തരവുമായിട്ട് എഴുതാം. നീളം, വീതി, ആയം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന എന്തും ഡാഷാണ്. നമുക്കെന്ത് എഴുതാം? പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചത്തിൽ ഇടപെട്ട ബാഹ്യശക്തി ഏതാണ്? അതേതാ? 1. എന്താണ്? ഇവ കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒരു ശക്തി, അത് അല്ലാഹുവാണ്. ഈ പ്രപഞ്ചത്തിൽ ഇടപെട്ട ബാഹ്യശക്തി അല്ലാഹുവാണ്. അങ്ങനെയോ അത് മനസ്സിലാക്കിയതാ. അല്ലാഹു തആലക്ക് ശരീരമുണ്ടോ? ഇല്ല. അവയവങ്ങളുണ്ടോ? ഇല്ല. സ്ഥലമുണ്ടോ? ഇല്ല. അവൻ സ്ഥലകാലങ്ങൾക്ക് അതീതമാണ്. സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. ആര്? അല്ലാഹു തആല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൻ ബസീർ. എന്നൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള രീതിയിൽ ചോദ്യങ്ങളാക്കിയിട്ട് എഴുതാം. അവിടെ വിട്ട ഭാഗം ആൻസറാക്കിയിട്ട് എഴുതാം. അതൊക്കെ ഈ പാഠബുക്കിൽ നിന്ന് നിങ്ങൾക്ക് 5 ചോദ്യങ്ങളാക്കി അത്രയൊക്കെ ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഉണ്ടാക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടുത്തുക. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.